നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ സമകാലിക രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഇന്ന് എനിക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസാണ്. സ്വാഗതം സർ. നമസ്കാരം. ലക്ഷ്യ 2026 കോൺഗ്രസ് കാണുന്നത് 100 സീറ്റുകൾക്ക് പുറത്താണ്. ഈ 100 സീറ്റുകൾക്ക് പുറത്ത് കോൺഗ്രസിന് നേടാൻ കഴിയുമോ? താമരശ്ശേരി ചുരം ഇറങ്ങി വന്ന് ഗ്രൗണ്ട് റിയാലിറ്റീസിലേക്ക് വരികയാണ് കോൺഗ്രസ്. അവിടെ 100 സീറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ക്ലൗഡ് 9 ആണ്. അവിടെ നിന്നും ഗ്രൗണ്ട് സീറോയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തി നിൽക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കോൺഗ്രസ് പാർട്ടി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ മെച്ചപ്പെട്ട പ്രകടനം, മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഏതാണ്ട് 80-ൽ പരം സീറ്റുകൾ, +-2 or 3, ഇതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ചിത്രം, നിയോജക മണ്ഡലം അനുസരിച്ചുള്ള പ്രൊജക്ഷൻ. അത് മുഖവിലേക്ക് എടുക്കാവുന്നതാണോ, അതോ അതിൽ നിന്നും ഏറെ മുന്നോട്ടോ പിന്നോട്ടോ പോകാനുള്ള സാധ്യതയുണ്ടോ? ഇതാണ് കോൺഗ്രസ് പാർട്ടി വിലയിരുത്തുന്നത്. അതുകൊണ്ട് ലക്ഷ്യ 2026 ക്യാമ്പ് കനഗോലു നൽകുന്ന നമ്പർ 85 ആണ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിൻ്റെ നിരീക്ഷണങ്ങൾ, സുനിൽ കനഗോലുവിൻ്റെ തന്ത്രങ്ങളൊക്കെ തന്നെയും കൃത്യമായി ഫലിക്കുമോ എന്നുള്ളതായിരിക്കും കോൺഗ്രസ് ഒരുപക്ഷെ നോക്കുന്നത്. കാരണം ഇത്തവണ അവർ എത്ര സീറ്റിൽ മത്സരിക്കണമെന്നുള്ള കാര്യം ഇനിയും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ലക്ഷ്യയിൽ തീരുമാനിച്ചിട്ടുള്ള അവരുടെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം, അതിനായിരിക്കും ഒരുപക്ഷെ മുൻഗണന നൽകാൻ പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് പരമാവധി 100 സീറ്റുകൾ വരെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. അതിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് എത്രത്തോളം മുൻപന്തിയിലെത്താൻ കഴിയും? 41-ൽ നിന്നാണ് 100-ലേക്കുള്ള പ്രയാണം കോൺഗ്രസ് പാർട്ടിയും UDFും പ്ലാൻ ചെയ്യുന്നത്. 140 അംഗ നിയമസഭയിൽ നിലവിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് 93 സീറ്റിലാണ്. ബാക്കി സീറ്റുകൾ ഘടകകക്ഷിക്കാണ്. അതിൽ തന്നെ മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷി എപ്പോഴും കടുത്ത വിലപേശൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുമ്പോഴും 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു 10 പതിറ്റാണ്ട് മുമ്പ് നടത്തിയ വിലപേശൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ധ്രുവീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നു ഭവിച്ചു. അത് തീർച്ചയായും ഇപ്പോൾ വീണ്ടും ഇടതുപക്ഷ പാർലൻസിൽ മുഴങ്ങി കേൾക്കുന്നത് മുസ്ലിങ്ങൾ കേരളം കൊണ്ടുപോകുന്നു, അല്ല എങ്കിൽ മുസ്ലിം ലീഗിലൂടെ മുസ്ലിം ജനത, മലബാറിലെ മുസ്ലിം ജനത കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നു. UDF സംവിധാനം അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് SDPI അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്ന് CPMൻ്റെ ഉന്നത നേതാക്കളാണ് പറയുന്നത്. അപ്പോൾ അത് AK ബാലൻ അത് പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു പരുവത്തിന് അത് എൻഡോഴ്സ് ചെയ്യുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ പോൾ നറേറ്റീവ് അവിടെയാകുന്നു. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. കോൺഗ്രസ് ഒരു അംബ്രല്ല പാർട്ടിയാണ്, കോയലീഷൻ ഓഫ് കോയലീഷൻസ് എന്ന് പറയാവുന്ന റെയിൻബോ കോയലീഷനാണ് കോൺഗ്രസിൻ്റെ ഒരു മുഖമുദ്ര. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കാവുന്ന 93 സീറ്റിൽ സാമുദായിക അടിസ്ഥാനത്തിലുള്ള വിഭജനമുണ്ടാകണം. മുസ്ലിം ലീഗിന് കൊടുക്കേണ്ട സീറ്റുകളെക്കുറിച്ച് ധാരണയുണ്ടാകണം. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ചില സീറ്റുകളെങ്കിലും കോൺഗ്രസ് മുസ്ലിം ലീഗും വെച്ചു മാറണം എന്നാഗ്രഹിക്കുന്നു. PV അൻവറിൻ്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു. അത് ഒരു സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി ബാധ്യസ്ഥനാണ്, തൃണമൂൽ കോൺഗ്രസ് എന്ന ലേബലിൽ തന്നെ. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് UDFിലേക്ക് വരികയാണ്. അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ ഇപ്പോഴും ഒരുപക്ഷെ അതിനുശേഷം ഫുൾ മെമ്പർഷിപ്പിലേക്കും വരാം. അതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ ഇടതുപക്ഷത്താണ് നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന ആ നിമിഷം. പക്ഷേ നാളുകളിൽ ഒരുപക്ഷെ KM മാണിയുടെ കേരള കോൺഗ്രസിനെ, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളേണ്ടി വന്നാൽ ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ മത്സരിക്കാൻ കൊടുത്ത 10 സീറ്റുകളിൽ നിന്ന് കുറവ് വരേണ്ടി വരും. മാണി ഗ്രൂപ്പ് മത്സരിക്കുന്നത് ഇടതുപക്ഷത്ത് നിന്ന് 12 സീറ്റിലാണ് മത്സരിക്കുന്നത്. അത് 13-ഓ 14-ഓ ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കോൺഗ്രസിന് 10-ഉം 13-ഉം 23 സീറ്റ് കേരള കോൺഗ്രസ് കൊടുക്കാനില്ല എന്നത് നിശ്ചയമായിട്ടും പറയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ കടുത്ത വിലപേശൽ അവിടെയും ഉണ്ടാകും. മധ്യ കേരളത്തിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ കേരള കോൺഗ്രസ് സ്വാധീന മേഖലയിൽ വലിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റം മറിച്ചിലുകൾ വേണ്ടി വന്നേക്കാം. 5ാം മന്ത്രി വിവാദത്തെക്കുറിച്ച് സാർ നേരത്തെ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. അപ്പോൾ ഈ കോൺഗ്രസ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ചിന്ത ഈ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഏറെക്കാലമായിട്ടുണ്ട്. CH മുഹമ്മദ് കോയ സംസ്ഥാന മുഖ്യമന്ത്രി ആയതിനു ശേഷം മുസ്ലിം ലീഗിന് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവികളിലെത്താൻ കഴിഞ്ഞിട്ടില്ല. നൗ ഓർ നെവർ എന്ന നിലയിൽ നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗ് പാണക്കാട് ഫാമിലി
ആണല്ലോ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുള്ളത്. വളരെ സെൻസിബിളായി പലപ്പോഴും കാര്യങ്ങൾ നീക്കുന്ന അത്യുത്സാഹികളായ അണികളുണ്ടെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ എൻഡോഴ്സ് ചെയ്യുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നു UDF എന്ന ധാരണ വരുന്നത് ഭൂരിപക്ഷ കമ്മ്യൂണിറ്റീസിൻ്റെ കൺസോളിഡേഷൻ മറുപക്ഷത്തുണ്ടാക്കും എന്ന തിരിച്ചറിവ് തീർച്ചയായും പാണക്കാട് തങ്ങൾമാർക്കുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾമാർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഒരു ആധ്യാത്മിക നേതൃത്വം അല്ലെങ്കിൽ ഭൗതികേതരമായ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനുള്ള സാധ്യത ഈ സമയത്ത് കുറവാണ്. കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി തന്നെ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ഒരു സംഭവം മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത് പുതിയൊരു നറേറ്റീവായി വരികയാണ്. അതുതന്നെ മുസ്ലിം ലീഗ് ആവും ഡ്രൈവിംഗ് സീറ്റിൽ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ LDFോ BJPയോ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി വന്ന നറേറ്റീവാണ് ഇപ്പോൾ ഇത് ഉപമുഖ്യമന്ത്രി മുസ്ലിം ലീഗിന് എന്ന നറേറ്റീവ് വരാൻ കാരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉപമുഖ്യമന്ത്രി എന്ന വാക്ക് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഘടകകക്ഷികൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരമാവധി ഘടകകക്ഷികളെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന് മുന്നിൽ വലിയ വെല്ലുവിളിയായി മാറും, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ കേരള ജാഥ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം അവർ വൈകാതെ തന്നെ പൂർത്തിയാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റ് കല്ലുകടികളില്ലാതെ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്. വയനാട് ബത്തേരി ക്യാമ്പിൽ എടുത്ത തീരുമാനമാണ് ഉന്നത നേതൃത്വം ഒരുമിച്ച് നിൽക്കണം. ഉന്നത നേതൃത്വം, സംസ്ഥാനത്തെ ഉന്നത നേതൃത്വം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഏറ്റവും പിടിപാടുള്ള നേതാവായ ഒരാളും സംസ്ഥാന തലത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന തൃത്വം, രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഈ തൃത്വമാണ് യഥാർത്ഥത്തിൽ ഡിഫാക്റ്റോ അതോറിറ്റി. അതെങ്ങനെയും നീങ്ങാം. ഇതിലാരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനീയനായി കടന്നു വരും. രണ്ടുപേര് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ഒരാൾ MP ആണ്. ഇവിടെ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു. കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്ന വയനാട് ക്യാമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം, ജയിച്ചു വരുന്ന MLAമാർ തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കും. അത് വലിയൊരു അപകടം കോൺഗ്രസ് പാർട്ടി മണത്തു. കാരണം അങ്ങനെയെങ്കിൽ ചെന്നിത്തല അനുകൂലികളും രമേശൻ അനുകൂലികളും സതീശൻ അനുകൂലികളും വേണുഗോപാൽ അനുകൂലികളും തമ്മിൽ പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗോദയിൽ തന്നെ മലർത്തിയടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജയിച്ചു വരൂ, നിങ്ങൾ ഒരുമിച്ച് നിന്ന് ജയിച്ചു വരൂ, ഹൈക്കമാൻഡ് വിൽ ടേക്ക് ദ ഡിസിഷൻ എന്ന നിലയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സീറ്റ് വിഭജനം ഇനി കീറാമുട്ടിയാകാൻ പോകുന്നത് ഭൈമി കാമുകർ അനേകം കോൺഗ്രസിനുള്ളിൽ സീറ്റ് മോഹികൾ ഇപ്പോൾ ജയിച്ചു വരുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുമ്പോൾ കടുത്ത ജയസാധ്യതയുള്ള സീറ്റുകളിൽ കടുത്ത മത്സരമുണ്ടാകും. സീറ്റ് ലഭിക്കാൻ കോൺഗ്രസിന് സീറ്റ്. അപ്പോൾ കൃത്യമായി വിന്നബിൾ കാൻഡിഡേറ്റ്സിനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരീക്ഷണം തന്നെ ആയിരിക്കും UDF നടത്തുക. Who will decide winnability? This is the question. Who will decide winnability? ഇപ്പോൾ ധാരണ ഹൈക്കമാൻഡ് പറയില്ല വിന്നബിലിറ്റി ആയിരുന്നു. താഴെത്തട്ടിലെ കോർ കമ്മിറ്റികൾ, താഴെത്തട്ടിലെ ഘടകങ്ങൾ തീരുമാനിക്കണം ആർക്കാണ് വിന്നബിലിറ്റി എന്ന്. അത് കനകോലു എൻഡോഴ്സ് ചെയ്യണം. കനകോലു സമാന്തരമായി അന്വേഷണം നടത്തുകയാണ്. സുനിൽ കനകോലുവിനെ ആദ്യമായിട്ടാണ് കേരളത്തിൽ, സുനിൽ കനകോലു എന്നല്ല, ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ആന്ധ്രയിലും തെലുങ്കാനയിലും മറ്റ് ബംഗാളിലും ഒക്കെ പരീക്ഷിച്ച സംവിധാനമാണ്. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം. കോൺഗ്രസ് പാർട്ടി മെമ്പർ തന്നെയാണ് കനകോലു. പക്ഷേ അദ്ദേഹത്തെ ആ നിലയിലല്ല, ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിൽ കേരളത്തിലേക്ക് ഇറക്കുമ്പോൾ 2-3 പേരടങ്ങുന്ന ഒരു പാനൽ അവസാനം ഹൈക്കമാൻഡിന് സമർപ്പിക്കാനാണ് സാധ്യത. ആ പാനലിൽ പെടുന്നവരിൽ ആരാവും തിരഞ്ഞെടുക്കപ്പെടുക എന്നത്, നിശ്ചയിക്കപ്പെടുക എന്നതും അത്യധികമായി ഹൈക്കമാൻഡിൻ്റെ തന്നെ ചുമതലയിലാവും. അപ്പോൾ പേരിൽ ഇത് താഴെത്തട്ടിലെ ആളുകൾ തീരുമാനിക്കുന്നു എന്ന് പറയുകയും ആത്യന്തികമായി മേൽത്തട്ടിൽ പിടിയുള്ളവർ സ്ഥാനാർത്ഥിത്വം കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പതിവ് തുടരാൻ തന്നെയാണ് സാധ്യത. കോൺഗ്രസ് ലക്ഷ്യ 2026 100 സീറ്റുകളാണ് അവകാശപ്പെടുന്നത്. മിഷൻ 110മായി LDF അവർക്ക് തൊട്ട് പിന്നാലെ തന്നെ രംഗത്തുണ്ട്. ഒരുപക്ഷെ പിന്നാലെ നമുക്ക് പറയാൻ കഴിയില്ല, മുൻപന്തിയിലേക്ക് വരും ദിവസങ്ങളിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. BJPയുടെ വളർച്ച, അത് BJPയുടെ അപ്രമാദിത്വം കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് നേരിട്ട് കണ്ട് ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടം അല്ലെങ്കിൽ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ടോ? ത്രികോണ പോരാട്ടം നഗര മണ്ഡലങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവും എന്നത് നിശ്ചയമാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടി
ഒരു പാൻ കേരള പാർട്ടി ആണ് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ കൂടുതൽ ആഴത്തിൽ വേരോട്ടമുള്ളത് നഗരമേഖലയിലാണ്. പ്രത്യേകിച്ച് അർബൻ മെട്രോപൊളിറ്റൻ മേഖല, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലേക്ക് BJP എത്തിയിരിക്കുന്നു. എറണാകുളത്ത് സ്ഥിതി ഇമ്പ്രൂവ് ചെയ്തു. കൊല്ലം വലിയ സാധ്യതയില്ലാഞ്ഞ കൊല്ലത്ത് പോലും 11 ഡിവിഷനുകൾ കൊല്ലം കോർപ്പറേഷനിൽ BJP പിടിച്ചു. 14 ഡിവിഷനുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് നേടാനായത്. അപ്പോൾ മെട്രോപൊളിറ്റൻ മേഖലകളിൽ പിടിമുറുക്കുകയും അതേസമയം സമാനമായൊരു മേൽക്കൈ ഗ്രാമപ്രദേശത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ A ക്ലാസ് മണ്ഡലങ്ങൾ പ്രസക്തമായി വരുന്നു. ചില B ക്ലാസ് സിറ്റീസ് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. ചെങ്ങന്നൂർ നഗരസഭ, അതിന് ചുറ്റുമുള്ള 5 പഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിലാണിപ്പോൾ. ആകെയുള്ള 10-25 പഞ്ചായത്തുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ LDFൽ നിന്നും BJP പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന 3 നിയമസഭാ മണ്ഡലങ്ങൾ നമുക്കറിയാം. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ നിയമം അക്ഷരാർത്ഥത്തിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറും. അവിടുത്തെ മത്സരം അത്രത്തിൽ തീപാറും എന്നുള്ള കാര്യത്തിൽ വോട്ട് തിരിക്കൽ നടന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് UDFനോ LDFനോ ഒരു ദുർബല സ്ഥാനാർത്ഥി ഉണ്ടായില്ല എങ്കിൽ BJPക്ക് മേൽക്കൈയുള്ള മണ്ഡലമാണ് നിയമം. അതുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ വളരെ മുൻകൂട്ടി തന്നെ മത്സരിക്കുമെന്ന തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവ് സമാനമായ രീതിയിലാണ് പൊടിപാറുന്ന പോരാട്ടം. ഒരുപക്ഷെ നിയമത്തേക്കാൾ കണ്ണുകൾ സംസ്ഥാനത്തെ കണ്ണുകൾ ഉടക്കുന്ന വട്ടിയൂർക്കാവിലാവാം. അവിടെ K മുരളീധരൻ മത്സരരംഗത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന് വേണ്ടി സ്ഥിതി മാറും. VK പ്രശാന്ത് മത്സരരംഗത്ത് തുടരാനാണോ സാധ്യത? BJPയിലാണെങ്കിൽ ശ്രീലേഖയുടെയും സുരേന്ദ്രന്റെയും കൃഷ്ണകുമാറിന്റെയും അങ്ങനെ ഒത്തിരി പേരുടെ പേര് ഉയർന്നു കേൾക്കുകയാണ്. 3 പേരുകൾ, ഇതേ 3 പേരുകളാണ്. ശ്രീലേഖ ഒരുപക്ഷെ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് അവസാനമായി പറയുന്നു. ചെറിയ പരിഭവത്തിലാണ് കക്ഷി എന്നാണ് മനസ്സിലാക്കുന്നത്. K സുരേന്ദ്രന് മത്സരിക്കാൻ മഞ്ചേശ്വരം സുരക്ഷിത സീറ്റാണ് തത്വത്തിൽ. പക്ഷേ അവിടെ N ബ്ലോക്ക് LDF UDFന് വോട്ട് മറിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രൻ വിൽ സ്റ്റാൻഡ് നോ ചാൻസ് ഇൻ മഞ്ചേശ്വരം. അവിടെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ UDF സ്ഥാനാർത്ഥി ചർക്കൽ അബ്ദുള്ള എങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം മറ്റാരെങ്കിലും അനുകൂലമായി വന്നാൽ അവിടെ സുരേന്ദ്രൻ വീക്കാണ്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഷുവർ സീറ്റുകളാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും ഒരുപക്ഷെ V മുരളീധരൻ കഴക്കൂട്ടത്തെ സാമാന്യം സുരക്ഷിതനാണ്. അങ്ങനെയെങ്കിൽ തത്തുല്യമായ സുരക്ഷിത സ്ഥാനം അതേ തലയെടുപ്പുള്ള K സുരേന്ദ്രൻ എന്തുകൊണ്ടാവില്ല? അതുകൊണ്ട് സ്വാഭാവികമായി സുരേന്ദ്രൻ വട്ടിയൂർക്കാവിന് വേണ്ടി പിടിമുറുക്കാൻ സാധ്യത ഉണ്ട്. ശ്രീലേഖയേക്കാൾ ഒരുപക്ഷെ സാധ്യത സുരേന്ദ്രൻ തന്നെ ആവാം. കൃഷ്ണകുമാർ തിരുവനന്തപുരം മണ്ഡലത്തിൽ നേരത്തെ മത്സരിച്ചതാണ്. തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൽ സെക്രട്ടേറിയറ്റും പാളയമൊക്കെ ഇരിക്കുന്ന ആ ഒരു മേഖല, അവിടേക്ക് ഒരുപക്ഷെ കൃഷ്ണകുമാറിനെ വീണ്ടും നിയോഗിക്കുകയും അല്ല എങ്കിൽ BJPക്ക് കാര്യമായ വിജയ സാധ്യത ഇല്ലാത്ത നഗരമണ്ഡലമാണ് തിരുവനന്തപുരം വെസ്റ്റ് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരഹൃദയം എന്ന് പറയുന്നത്. അവിടെയും ഒരുപക്ഷെ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അവിടെ തിരുവനന്തപുരത്ത് 4-5 സീറ്റിൽ വട്ടിയൂർക്കാവിനും തെക്കുള്ള പ്രദേശത്ത് കാട്ടാക്കട സീറ്റ്, പിന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള നിയമസഭാ സെഗ്മെൻറ്റുകൾ വലിയ സാധ്യതയാണ് BJP കാണുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയാണ് BJPക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള 4-5 MLAമാരെ തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച V ശിവൻകുട്ടി ഇത്തവണയും നേമത്ത് മത്സര രംഗത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി. ശിവൻകുട്ടിയുടെ മനസ്സിൽ ചില ചാഞ്ചാട്ടങ്ങൾ സംഭവിച്ചു. പക്ഷെ നൈമിഷികമായ ചില ചാഞ്ചാട്ടങ്ങളെ പാർട്ടി ഇടപെട്ട് തിരിച്ചു പിടിക്കുന്നു. താൻ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന സൂചന നൽകി അടുത്ത ശ്വാസത്തിൽ ഇല്ല ഞാൻ തന്നെ ഉണ്ടാവും എന്ന് തിരുത്തി പറയുന്ന രീതിയിലേക്ക് ശിവൻകുട്ടി മാറി. ശിവൻകുട്ടി എപ്പോഴും ശിവതാണ്ഡവം ആടാൻ മിടുക്കനാണ്. നമ്മൾ നിയമസഭയുടെ ഫ്ലോറിൽ തന്നെ പലപ്പോഴും കണ്ടതുമാണ്. അതുകൊണ്ട് കളം മാറി ചവിട്ടാനൊക്കെ വിദഗ്ധനായ ആളാണ് ശിവൻകുട്ടി. പക്ഷേ പാർട്ടി ലൈൻ എന്നത് ശിവൻകുട്ടിക്ക്, പക്ഷേ ശിവൻകുട്ടിക്ക് മാത്രം നേടാനാവുന്ന ചില വോട്ടുകൾ ഉണ്ടാവാം. ആ തലയെടുപ്പും എല്ലാം തന്നെ വളരെ പ്രധാനമാണ്. ശിവൻകുട്ടിയോട് ആർക്കും അധികം വിരോധം ഉണ്ടാകാനുള്ള സാധ്യത, ഒരു കോമിക് വാല്യൂ ഉൾപ്പെടെയുള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായും സ്ഥാനാർത്ഥിത്വം ശിവൻകുട്ടിയിലേക്ക് വന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം K മുരളീധരൻ, ശിവൻകുട്ടി ആൻഡ് കുമ്മനം രാജശേഖരൻ അങ്ങനെ വന്നതുകൊണ്ടാണ് K മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് യഥാർത്ഥത്തിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്രാവശ്യം അതുപോലൊരു മത്സരം ഇല്ല എങ്കിൽ ഒരുപക്ഷെ BJPക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. LDF നാളിതുവരെ സമ്മതിച്ചിട്ടില്ല ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന്. തോറ്റു എന്ന് പോലും സമ്മതിക്കാത്ത ഒരു മുന്നണി എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം? തങ്ങൾ തന്നെയാണ് 14 ജില്ലകളിൽ 7 ജില്ലകളിലും തങ്ങൾ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ജയിച്ചത്. അതുകൊണ്ട് പകുതിയോളം തങ്ങൾ ജയിച്ചു.
തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPM ആണ്, ഏറ്റവും വലിയ ഒറ്റ മുന്നണി LDF ആണ് എന്ന് പറയുന്നു. സാങ്കേതികമായി കറക്റ്റാണ്. BJPക്ക് ലഭിച്ചതിനേക്കാൾ പെർസെൻറ്റേജ് വോട്ട്സ് കൂടുതൽ ലഭിച്ചത് LDFന് തന്നെയാണ്. സീറ്റുകളുടെ എണ്ണത്തിൽ BJPക്ക് 50ഉം LDFന് 29ഉം. അപ്പോൾ ചില കണക്കുകൾ നിരത്തിക്കൊണ്ട് ഇത് പരാജയമൊന്നുമല്ല, തങ്ങളുടെ വോട്ട് ഷെയർ നിലനിർത്താൻ LDFന് കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇത് അണികളുടെ ആത്മവിശ്വാസം ഉയർത്തി നിർത്താൻ. അതേസമയം അകത്തളങ്ങളിൽ ഉന്നത നേതൃത്വ തലത്തിൽ വീണ്ടും വിചാരമുണ്ട്. ചില കാര്യങ്ങളിൽ ശബരിമല വിഷയം ഉൾപ്പെടെ പാളിച്ചകൾ പറ്റി എന്ന ഒരു ചിന്ത പ്രബലമാണ്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, അതൊന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പത്മകുമാർ ഇതുവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ആയിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പരിശോധിച്ച് വളരെ ക്വിക്കായി കോൺഗ്രസ് നടപടിയെടുത്തു. എന്തുകൊണ്ട് CPMന് അതുപോലെ ക്വിക്കായി നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന ന്യായമായ ചോദ്യമുണ്ട്. അത് അണികൾ തന്നെ ഇപ്പോൾ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രതിരോധത്തിലുള്ളത് LDF ആണ്. അതുകൊണ്ടാണ് ബദലുകൾ തേടിയുള്ള പോൾ നറേറ്റീവ് ശബരിമലയിൽ നിന്നും എന്തു വില കൊടുത്തും മാറ്റേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഇപ്പോൾ ഉള്ള യഥാർത്ഥത്തിലുള്ള ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ആവില്ല. ചില ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാം. ഫുൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് വരുമ്പോൾ അവിടെ ചില ക്ഷേമ പദ്ധതികളിലൂടെ തൽക്കാലത്തേക്ക് ജനഹൃദയങ്ങൾ കവരാൻ കഴിയും. അതാണ് ഇൻകംബൻസി അഡ്വാൻറ്റേജ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധതയെ മറികടക്കാൻ ഇൻകംബൻസി അഡ്വാൻറ്റേജ് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി നമ്മൾ കണ്ടതാണ്. ലാഡ്കി ബഹൻ പദ്ധതിയിലൂടെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും എല്ലാം തന്നെ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഇൻകംബൻസിയുടെ അഡ്വാൻറ്റേജാണ്. ആ ടേസ്റ്റ് കേരളത്തിലേക്കും വ്യാപിക്കുന്നുണ്ട്. അത് തീർച്ചയായും LDFന് ഗുണകരമായി വരാം. പക്ഷേ കേവലം 100 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കേണ്ട തിരഞ്ഞെടുപ്പ്, ഏതാണ്ട് 100-120 ദിവസത്തിനുള്ളിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ വളരെ ഫ്രഷായി ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങൾ നിലനിന്നാൽ എത്ര ഇൻകംബൻസി അഡ്വാൻറ്റേജിനെയും നള്ളിഫൈ ചെയ്യാൻ രീതിയിലുള്ള ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുകയാണ്. CPMൻ്റെ മുതിർന്ന നേതാവ് AK ബാലൻ നടത്തിയ പ്രസ്താവന, അതിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് MA ബേബിയും മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൃത്യമായി മാറാട് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഒക്കെ തന്നെയും വരുന്നത് ഒരുപക്ഷെ CPMനെ പ്രതിരോധത്തിലാക്കുമോ? മാറാട് കേരളം മറക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കറുത്ത ഏടാണ്. അത് വീണ്ടും എത്ര വർഷത്തിന് ശേഷമാണ്, പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും മാറാട് കുത്തിപ്പൊക്കുന്നത്. അതിൻ്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. AK ബാലനാണ് അത് പറഞ്ഞതെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ മാറാട് മാതൃകയിലുള്ള കലാപങ്ങൾ ഉണ്ടാവും. കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നറേറ്റീവ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പക്ഷം ചേർന്ന് നിന്ന് അവർക്ക് സംരക്ഷണ കവചം ഒരുക്കിയത് താനാണ്. ഊരിയ വാളുകൾക്ക് മുന്നിൽ നെഞ്ചുറപ്പോടുകൂടി നടന്നു നീങ്ങിയത് ബ്രണ്ണൻ കോളേജിൽ മാത്രമല്ല, കാപ്പാട് കടപ്പുറത്തും അങ്ങനെ നടന്നു നീങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, വേണ്ട രീതിയിൽ പിണറായി വിജയൻ പല ഇടങ്ങളിലും അന്ന് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായ തെളിവുകളോടുകൂടി പല മാധ്യമങ്ങളും ചിത്രങ്ങൾ സഹിതം വീഡിയോ ഫുട്ടേജ് സഹിതം കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ മുന ഒടിഞ്ഞു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു ഹൈന്ദവ ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് നിന്നാൽ, ഹിന്ദു വോട്ടിൻ്റെ കൺസോളിഡേഷൻ, ഹിന്ദു ഡോമിനൻസ് വരുത്തിയാൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ലാർജർ പിക്ചർ കൊടുക്കുകയാണ്. കാരണം പലസ്തീൻ ഐക്യദാർഢ്യം, കോൺഗ്രസും BJP മാറി നിൽക്കുമ്പോൾ ഇടതുപക്ഷമാണ് പലസ്തീൻ ജനതയ്ക്ക്, ഗസയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം, അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടം, വെനിസ്വലയാണെങ്കിലും ക്യൂബയാണെങ്കിലും കൊളംബിയ ആണെങ്കിലും ശരി, ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളാണെങ്കിലും ശരി, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തുന്നതിപ്പോൾ തങ്ങളാണ് എന്ന് LDF പറയുന്നു. ഇതെല്ലാം തന്നെ മുസ്ലിം വോട്ടുകൾ സ്വാംശീകരിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഏർലിയർ ഒരു 2000 മുതൽ 2016 വരെയുള്ള സമയത്തെ മുസ്ലിങ്ങൾ വ്യാപകമായി LDF പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുന്ന 2001 തെരഞ്ഞെടുപ്പിൽ AK ആൻ്റണി മുഖ്യമന്ത്രി ആയതിനു ശേഷം നടന്ന ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മലബാർ മേഖലയിലെ മുസ്ലിങ്ങൾ LDFനോട് ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 25 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൃത്യമായ അടിയൊഴുക്കുകൾ കണ്ടു. മുസ്ലിം ജനസാമാന്യം LDFനെ കൈവിടുന്നു. എത്രയെല്ലാം മുസ്ലിം പ്രീണന നയം സ്വീകരിക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ചില പ്രസ്താവനകൾ
അത് വെള്ളാപ്പള്ളി എന്ന വ്യക്തി SNDP യോഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതാകാം, ഈഴവ കമ്മ്യൂണിറ്റിയുടേതാകാം. പക്ഷേ അതിൻ്റെ പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി വരുന്നത് CPM പിണറായി വിജയനുമാണ്. തള്ളിക്കളയാനാവില്ല, വെള്ളാപ്പള്ളി നടേശനെ ആവാത്ത അവസ്ഥയിലാണ്, കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി പ്രസ്താവനകൾ CPM-നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ചുമക്കുന്നത് CPM-ന് ബാധ്യതയായി മാറും എന്നുള്ളൊരു അഭിപ്രായമാണ് അങ്ങേക്ക് ഉള്ളതല്ലേ? ഈ കക്ഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണമെന്ന് പറഞ്ഞാൽ രണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കക്ഷത്തിലുള്ള ഒരു സമുദായം അല്ലെങ്കിൽ ഒരു വിഭാഗം അത് ഉറച്ചു നിൽക്കണം, ഉത്തരത്തിലുള്ളത് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന പ്രായോഗിക സമീപനം ഇവിടെ തെളിഞ്ഞു കാണാം. ഈഴവ സമുദായം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ്. എണ്ണം കൊണ്ട് 26-27% കേരള ജനത ശ്രീനാരായണീയരാണ്, ഈഴവരാണ്. അത് തീയ സമുദായം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് പറയുമ്പോൾ ആ വോട്ട് നിർണായകമാണ്. LDF രാഷ്ട്രീയത്തിൽ അത് നിർണായക ഘടകവുമാണ്. ഈ വെള്ളാപ്പള്ളി നടേശനും ശ്രീ പിണറായി വിജയനും ഒക്കെ അടങ്ങുന്ന വലിയൊരു വിഭാഗം വിവിധ അവാന്തര വിഭാഗങ്ങളായി നിൽക്കുമ്പോഴും ആ സമുദായം 4/1 വോട്ട് ഉള്ളൊരു സമുദായം. ആ സമുദായം എക്കാലത്തും LDF-ൻ്റെ ബാക്ക് ബോണായിരുന്നു. ഈ സാമൂഹിക പുരോഗതി, സാമൂഹിക പരിവർത്തനം, ഇതിനെല്ലാം നടുനായകത്വം വഹിച്ച ഇടത് പ്രസ്ഥാനങ്ങളാണ് എന്ന ചിന്തയുള്ള സമുദായമാണ്. ആ സമുദായ വോട്ടുകൾ വ്യാപകമായി BJP-യിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയത് ആലപ്പുഴ ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാനമായ 3 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ നേടിയത്. അതിനർത്ഥം ഈഴവ വോട്ടുകൾ വ്യാപകമായി LDF-ൽ നിന്നും BJP-യിലേക്ക് ഒഴുകിയെന്നാണ്. മുൻകാലങ്ങളിൽ BJP നേട്ടമുണ്ടാക്കുമ്പോൾ UDF-നാണ് നഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, LDF-ൻ്റെ ഈഴവ വോട്ട് ബേസാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് എന്ത് വില കൊടുത്തും തിരിച്ചു പിടിച്ചേ മതിയാവൂ. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, മുസ്ലിം ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ, തിരുത്തുന്നു, മുസ്ലിം ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ, വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറയുന്നു, ഞാൻ മുസ്ലിം വിരുദ്ധനല്ല, പക്ഷേ മുസ്ലിം ലീഗ് വിരുദ്ധതയാണ്. അത് ഒരു പക്ഷേ മുസ്ലിം വിരുദ്ധതയായി ആണ് മുസ്ലിം ജനസാമാന്യത്തിൽ അത് റിസണേറ്റ് ചെയ്യപ്പെടുന്നത്. മുസ്ലിം ലീഗിനെതിരെ പറയുന്നതും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നതും വെൽഫെയർ പാർട്ടിക്കെതിരെ പറയുന്നതും എല്ലാം തന്നെ മുസ്ലിം വിരുദ്ധതയായി വ്യാഖ്യാനിച്ച് എടുക്കാനുള്ള ശ്രമം മറുപക്ഷത്ത് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഒരു ഹിന്ദു പാർട്ടി എന്ന നിലയിൽ LDF റീഡിസ്കവർ ചെയ്യുകയാണ്. UDF ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഒരു കൺസോളിഡേഷനിൽ ആഗ്രഹിക്കുന്നു. BJP-ക്കാണ് ഏറ്റവും വലിയ ചങ്കിടിപ്പ്. ഒരു ഹിന്ദു ഒരു വോട്ട് ബാങ്ക് BJP-യുടേതും LDF-ലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയണമല്ലോ. കാരണം BJP വലിയ പ്രതീക്ഷയിലാണ്. BJP-യുടെ കോർ വോട്ട് BJP-ക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇപ്പോൾ ലഭിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 19.87% നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു എങ്കിലും പാൻ കേരള അടിസ്ഥാനത്തിൽ 14.7% കൂപ്പുകുത്തി. 5% വോട്ട് ശതമാനമാണ് കുറഞ്ഞത് BJP-ക്ക്. അത് തിരിച്ചു പിടിക്കണമെങ്കിലും അമിത്ഷാ നിർദ്ദേശിക്കുന്ന രീതിയിൽ 25% BJP-യുടെ കേരളത്തിലെ ശരാശരി വോട്ട് ഉയർത്തണമെങ്കിലും ഹിന്ദു വോട്ടുകൾ LDF-ലേക്ക് തിരിച്ചു പോകുന്നത് എന്ത് വില കൊടുത്തും ഒഴിവാക്കിയെങ്കിലേ പറ്റും. അതുകൊണ്ടാണ് LDF വേണമെങ്കിൽ ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, UDF പണ്ടാരമടങ്ങുക എന്ന ഒരു ചിന്തയിൽ നിന്നും BJP ഇപ്പോൾ മാറിയിരിക്കുന്നു. അങ്ങനെ UDF-ൻ്റെ സ്പേസിലേക്ക്, മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ സ്പേസിലേക്ക് BJP കടന്നു വരാം എന്ന ചിന്ത മാറ്റിക്കൊണ്ട് ആചാര സംരക്ഷണ സമയത്ത് ശബരിമല ആചാര സംരക്ഷണ സമരം പോരാട്ടം 2019 നടത്തുന്നതിന് സമാനമായ ഉഗ്രമായ പ്രതിഷേധം സ്വർണ്ണക്കൊള്ള വിഷയത്തിലും നടത്താനുള്ള വൈകി BJP എടുത്ത തീരുമാനം ഇപ്പോൾ അമിത്ഷാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞതും അത് തന്നെയാണ്. അത് കാണിക്കുന്നത് LDF-നെതിരെ കർശനമായ നിലപാടിൽ BJP നിൽക്കുന്നു. വോട്ട് ഷെയർ നഷ്ടപ്പെടാൻ UDF ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, പക്ഷേ BJP-യുടെ വോട്ട് ഷെയർ ഇൻടാക്റ്റായിട്ട് നിലനിർത്തണം എന്ന ചിന്തയാണ്. സാർ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്താണ് ഞാൻ തുടങ്ങുന്നത്. ഈ ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്താണ് BJP അന്ന് വലിയ തോതിൽ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയും ഈ തന്ത്രിയുടെ അറസ്റ്റും അതിന് തൊട്ട് മുൻപുള്ള ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരുടെ അറസ്റ്റും ഒക്കെ തന്നെയും ഉണ്ടായ സമയത്ത് BJP ഒരു മൃദു സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് അത് കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണല്ലേ ഉള്ളത്? ഞങ്ങൾ അപ്പം ചുട്ട് വയ്ക്കാം, മറ്റാരെങ്കിലും ഭക്ഷിച്ചോട്ടെ എന്ന് കരുതാനുള്ള ഒരു മഹാമനസ്കത BJP-ക്കില്ല എന്നതാണ് നേരത്തെ ഒരു ചിന്ത. അതായത് 2019 BJP-യുടെ കഠിനാധ്വാനം, ആചാര സംരക്ഷണത്തിന് വേണ്ടി ഉഗ്രമായ പോരാട്ടം, അത് BJP-യിലേക്ക് ഏറെ വോട്ടുകൾ
വന്നു. അതെല്ലാം LDF-ൽ നിന്ന് വന്ന വോട്ട് ഉൾപ്പെടെയാണ്. LDF 8 നിലയിൽ പൊട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും LDF പരാജയപ്പെടുന്നു. UDF 19 സീറ്റിൽ വിജയിക്കുന്നു. LDF-ന് ആലപ്പുഴ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. സമാനമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ ഒരു പോരാട്ടം ഉണ്ടെങ്കിലും ഭരണവിരുദ്ധതയുടെ പ്രയോജനം UDF-ലേക്കാണ് വരാൻ പോകുന്നത്. BJP നല്ല മെച്ചപ്പെടുത്തും വോട്ട് ഷെയറിൽ, പക്ഷേ LDF പൂർണ്ണ പരാജയമാകും. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ പിന്നീട് BJPക്ക് എന്താണ് പ്രസക്തി? LDF തുടർന്നും അധികാരത്തിൽ വന്നാൽ UDF-ന്റെ അണികൾ നാലുപാടും ചെതറും. ആദ്യം ഡെസേർഷൻ വരുന്നത് മുസ്ലിം ലീഗിൽ നിന്നാണ്. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിർബന്ധിതരാവും. കോൺഗ്രസിൽ നിന്നും ഹിന്ദു മുഖങ്ങൾ വ്യാപകമായി BJP-യിലേക്ക് ചേക്കേറും എന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഭാഗം LDF-ലേക്കും മറ്റൊരു ഭാഗം BJP-യിലേക്കും കേന്ദ്രീകരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വളരെ തകൃതിയായി നടക്കുന്നു. കാര്യമായ പ്രയോജനമൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. വലിയ വിമർശനമൊക്കെ ഉയരുന്ന ഘട്ടമൊക്കെ വലിയ വിമർശനം ഉണ്ടാകുന്നു. ഈ ക്രിസ്മസ് നയതന്ത്രം, ഈസ്റ്റർ നയതന്ത്രം, കേക്ക് നയതന്ത്രം, വൈൻ നയതന്ത്രം ഇതൊന്നും തന്നെ വേണ്ട രീതിയിൽ ഏഷ്യതായി കാണുന്നില്ല. LDF-ലെ ഒരു പ്രധാന ഘടകകക്ഷിയാണ് CPI. PM ശ്രീ വിഷയത്തിലടക്കം CPI എടുത്ത നിലപാടുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. CPIക്ക് കൃത്യമായ നിലപാട് പറയാൻ സാധിക്കുന്നുണ്ടോ പിണറായി വിജയനോടും സർക്കാരിനോടും? വെളിയെട്ടിനെ തിരുത്താൻ തക്ക ഒരു വൈഭവം, മെയ്വഴക്കം CPIക്ക് ഉണ്ടായോ എന്നതാണ്. തങ്ങളാണ് പ്രത്യയശാസ്ത്രപരമായ നൈർമല്യം ഇപ്പോഴും തുടരുന്നത് എന്ന് വമ്പ് പറയാൻ കിട്ടുന്ന ഒരു അവസരവും CPI എന്ന താരതമ്യേന ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിവാക്കാറില്ല. കാരണം CPIക്ക് ആകെയുള്ള സ്ട്രെങ്ത് കൊല്ലം ജില്ലയുടെ ചില കേന്ദ്രങ്ങളിൽ, തൃശ്ശൂർ ജില്ലയുടെ ചില കേന്ദ്രങ്ങളിൽ, പിന്നെ ഒറ്റപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ മാത്രമായി ഒതുങ്ങും. CPI അണികൾ കൊഴിഞ്ഞുപോക്ക്, അതുപോലെ CPIയുടെ ഒരു പ്രസക്തി തന്നെ. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഒരുപോലെയുള്ള രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തിനെ എന്ന വ്യാപകമായ ചിന്തയുണ്ട്. അതുകൊണ്ട് CPM-നെ തിരുത്താൻ തക്ക പ്രത്യയശാസ്ത്രപരമായ മേന്മ അവിടെയാണ് കേന്ദ്രവിരുദ്ധത. എന്തിന് BJP-യുമായി PMCയുടെ വിഷയത്തിൽ സന്ധി ചെയ്യണം? തങ്ങൾക്ക് ഈ പാപത്തിൽ, ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞതിൻ്റെ വലിയ ഒരു ബാക്ക്ലാഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIക്കും CPM-നും ഇടതുപക്ഷത്തിന് ആകപ്പാടെ ഉണ്ടായി എന്ന് പൊതുവേ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് CPIക്ക് ഒരു തിരുത്തൽ ശക്തിയായി നിലനിൽക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുൻപുള്ള സമയത്തെ CPIയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏത് പ്രസ്താവനയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ദോഷം തന്നെയാണ് ചെയ്യുക എന്നത് CPIക്കും CPM-നും ഒരുപോലെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കിട്ടാവുന്ന സീറ്റുകൾ പരമാവധി വാങ്ങിയെടുത്തുകൊണ്ട് സംയമനം പാലിക്കുക എന്ന നയം തന്നെയാവും CPI സ്വീകരിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വമ്പൻ സ്രാവുകളെ തേടി SIT നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ പെട്ടുനിൽക്കുന്നത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. ഇനിയും വമ്പൻ സ്രാവുകൾ ഉണ്ടോ ഈ വിഷയത്തിൽ, ഈ കേസിൽ കുടുങ്ങാൻ? കോടതി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നിർദ്ദേശിച്ച സാഹചര്യത്തിൽ SIT വളരെ കൃത്യമായിട്ടും സത്യസന്ധതയോടുകൂടിയുമുള്ള അന്വേഷണമാണ് നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനി കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? എങ്ങോട്ടിത് മാറാനുള്ള സാധ്യതയാണ് സാർ കൽപ്പിക്കപ്പെടുന്നത്? ദൈവതുല്യരായ ചിലരൊക്കെ ഇപ്പോൾ അഴിക്കുള്ളിലായി. അപ്പോൾ അവിടെ ദൈവതുല്യർ അല്ലെങ്കിൽ ഭഗവാന്റെ, ശ്രീ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് താഴമൺ കുടുംബത്തിലെ തന്ത്രിമാർ എന്നാണല്ലോ പൊതുവിശ്വാസം. അങ്ങനെയെങ്കിൽ തീക്കട്ടയിൽ ഉറുമ്പരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണാം. തന്ത്രി നേരിട്ടോ അല്ലാതെയോ, താന്ത്രിക വിദ്യകൾ മാത്രമല്ല തന്ത്രിയുടെ അസറ്റ് എന്ന് പറയുന്നത്, മറിച്ച് ഒരു ഘടനകളെ സ്വാംശീകരിച്ചെടുക്കുകയും ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സന്നിധാനത്ത് നിന്നും ശ്രീകോവിലിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു വിലയേറിയ ഒബ്ജക്റ്റ് തന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കൊണ്ടുപോകാനാവില്ല എന്നത് 100% ഉറപ്പാണ്. അത് ദേവസ്വം ബോർഡിൻ്റെയും അനുവാദമില്ലാതെ കൊണ്ടുപോകാനാവില്ല, തന്ത്രിയുടെയും അനുവാദമില്ലാതെ കൊണ്ടുപോകാനാവില്ല. അങ്ങനെയെങ്കിൽ സ്വർണ്ണപ്പാളി വിഷയത്തിൽ, കട്ടളപ്പാളി വിഷയത്തിലും ദ്വാരപാലക ശില്പ വിഷയത്തിലും എന്തിന് കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന വാജിവാഹനം ഉൾപ്പെടെ, കുതിര ഉൾപ്പെടെ തന്ത്രി മാറ്റിവെച്ചിരുന്നത് പൊതുസമക്ഷം വന്നപ്പോൾ തന്ത്രിയുടെ കരങ്ങൾ അത്ര ശുദ്ധമല്ല. ഒരു പക്ഷേ ഞാൻ വിലയിരുത്തുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം അറസ്റ്റിലാകേണ്ടിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, തന്ത്രി കണ്ഠരര് രാജീവനെ തന്നെ ആയിരുന്നു എന്ന് പോലും നമ്മളിപ്പോൾ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കയറ്റിയതാര്? പോറ്റിയെ കയറ്റിയതാർ എന്നതാണ്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയതാർ എന്ന ചോദ്യം പോലെ വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പാരഡി ഗാനമൊക്കെ വലിയ ചർച്ചയാണ്. ആ പാരഡി വലിയ ചർച്ചയാണ്. അപ്പോൾ അവിടെ തന്ത്രിയുടെ ആശ്രിതനായി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നത്. അപ്പോൾ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള
ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ സവിശേഷമായ ബന്ധം, സിനിമാ ഭാഷയിൽ പറഞ്ഞ ഒരു അന്തർധാര. ഈ അന്തർധാര കൂടുതൽ വെളിവാകുന്ന സമയം, ആ സമയം തികച്ചും ഈ തന്ത്രി അല്ലെങ്കിൽ തന്ത്രിയിൽ നിന്നും അന്വേഷണം മന്ത്രിയിലേക്ക് എത്താതിരിക്കാനുള്ള തന്ത്രപരമായ സമീപനം എന്ന നിലയിലാണോ തന്ത്രിയുടെ ഇപ്പോഴത്തെ അറസ്റ്റ്? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, രാഷ്ട്രീയമായി ഒരു പോളറൈസേഷൻ ഇപ്പോൾ നടക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി തന്ത്രിയുടെ പിന്നിലേക്ക് ഗാൽവനൈസ് ചെയ്ത കാഴ്ച ഒരാഴ്ചയായിട്ട് കാണുന്നു. തന്ത്രിയെ ബലിയേടാക്കുകയല്ലേ? ഒരു കൺസർവേറ്റീവ് സ്പേസ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ തന്ത്രിയെ ബലിയേടാക്കുകയല്ലേ? തന്ത്രി ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഔപചാരികമായി തീരുമാനങ്ങൾ എടുക്കുന്നതും വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം ഒന്നും തന്നെ തന്ത്രിക്കല്ലല്ലോ. ഒരു മേൽനോട്ടം മാത്രമാണ് ഉള്ളത്, ഒരു ദർശനം മാത്രമാണുള്ളത്. ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിന് തന്നെയാണ്. ആത്യന്തികമായി തമ്പുരാൻ്റെ വസ്തുക്കൾ, സ്വാമി അയ്യപ്പൻ്റെ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ തന്ത്രി അതിൻ്റെ താന്ത്രിക വിദ്യ മാത്രം ചെയ്യേണ്ട ആളല്ലേ എന്ന ഒരു ചിന്തയും വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും ഒക്കെ അന്വേഷണവും ചിന്തകളും നീങ്ങാതിരിക്കുന്നതിനെ ഒരു സ്റ്റേജ് വെച്ച് അറസ്റ്റ് ചെയ്യുക, നിർത്തുക, അവിടെ തന്ത്രിയിൽ ഇത് അവസാനിക്കുന്നു എന്ന ഒരു തന്ത്രം. ഒരുപക്ഷെ മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ച പോലും പോകുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ തന്ത്രി അറസ്റ്റിലായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി, തന്ത്രി അറസ്റ്റിലായി. ആ സമയം മുതൽ മറ്റ് സ്വർണ്ണപ്പാളി വിവാദത്തെക്കുറിച്ച് ഒരു അക്ഷരം ഇപ്പോൾ കാര്യമായി സംസാരിക്കുന്നില്ലല്ലോ. തന്ത്രീയമായ ഇടപാടുകളാണ് സംസാരിക്കുന്നത്. അവിടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാരണവശാലും അന്വേഷണം നീളുകയോ അറസ്റ്റ് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് LDFിൻ്റെ വിജയത്തിൻ്റെ മാത്രമല്ല നിലനിൽപ്പിന് തന്നെ ആവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, SIT സ്തുത്യർഹമായ സേവനം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി മുഖം നോക്കാതെ തന്ത്രിയെങ്കിൽ തന്ത്രി, മന്ത്രിയെങ്കിൽ മന്ത്രി, ഞങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ഒന്ന്. രണ്ട്, ഇവിടെ പോലീസ് ഏജൻസികൾ ഉൾപ്പെടെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമേ SITക്കും മുന്നോട്ട് പോകാനൊക്കൂ. SIT സ്വതന്ത്രമായ അന്വേഷണ സംവിധാനമാണെന്ന് പറയുമ്പോഴും ബാക്കപ്പ് സർവീസ് മുഴുവൻ നടത്തേണ്ടത് സ്റ്റേറ്റ് ഇൻ്റലിജൻസ്, സ്റ്റേറ്റ് പോലീസ് സംവിധാനങ്ങളാണ്. അപ്പോൾ അവിടെ ചില കോംപ്രമൈസുകൾ, നീക്കുപോക്കുകൾ നടന്നിട്ടില്ലേ എന്ന് സംശയിക്കാം. ആന്റണി രാജുവിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കേസുകൾ രണ്ടും രണ്ട് കേസുകളാണെങ്കിൽ പോലും രണ്ട് നിയമസഭാ സാമാജികർ അന്വേഷണം നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ചർച്ചയാകാനുള്ള സാധ്യത നിലവിലുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഒരിക്കൽ ക്യാപിറ്റലൈസ് ചെയ്ത ഒരു നിക്ഷേപം, വീണ്ടും 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 ഒരിക്കൽ പലിശ എടുത്തു കഴിഞ്ഞത് വീണ്ടും കാലാവധി എത്താതെ വീണ്ടും പലിശ വേണമെന്ന് പറയുന്നതിന് തുല്യമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ CPM BJP നടന്ന ശ്രമം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതൊരു വ്യക്തി മാത്രമാണെന്ന് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, മുൻ കോൺഗ്രസ്സുകാരൻ, മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, MLA, കോൺഗ്രസിൻ്റെ മുൻ MLA, കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി, ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ നിന്നും മാറ്റി. അപ്പോൾ എന്തിന് കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയണം എന്നാണ് സ്വാഭാവികമായി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻ കോൺഗ്രസ് ബന്ധം ആരോപിച്ചുകൊണ്ട് ഇനി എത്രത്തോളം LDFന് മുന്നോട്ട് പോകാനാവും എന്ന ചോദ്യം സ്വാഭാവികമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി രാഹുൽ ഇഫക്റ്റ് ഉപയോഗിച്ച് അതിൽ കാര്യമായ കഴമ്പില്ല എന്ന് കണ്ട് ജനം മാറ്റിവെച്ചതാണ്. ഇനിയിപ്പോൾ ആ പരിപ്പ് വേകാനുള്ള സാധ്യത കുറവാണ്. തൽക്കാലത്തേക്കൊരു ഇക്കിളിപ്പെടുത്തുന്നൊരു വാല്യൂ ഉണ്ടാകും. തിരുവനന്തപുരം പട്ടണത്തിലെ MLAയും മുൻ മന്ത്രിയുമൊക്കെയായ ആന്റണി രാജുവിൻ്റെ അടിവസ്ത്ര കേസ്, ഈ വസ്ത്രത്തിൻ്റെ അളവുകൾ വെട്ടിച്ചുരുക്കുന്ന മാന്ത്രിക വിദ്യ അദ്ദേഹത്തിന് വശമുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിലും ഒരുപാട് വെട്ടിച്ചുരുക്കലുകളും ഒക്കെ വേണ്ടി വരും. അദ്ദേഹത്തിന് കേരള കോൺഗ്രസിൻ്റെ തന്നെ അസ്തിത്വം വെട്ടിച്ചുരുക്കപ്പെടുന്ന ഒരു പക്ഷേ ഇപ്പോൾ MLA ആയതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ മന്ത്രിയായിരുന്ന സമയത്ത് ഈ കേസ് പരിഗണിച്ച് അദ്ദേഹം പുറത്തായിരുന്നെങ്കിൽ അത് വലിയ വാർത്തയൊക്കെ ആകുമായിരുന്നു. ഇരട്ട നീതി എന്നാണല്ലോ ജനം പറയുന്ന ഒരു കാര്യമുണ്ട്. മുകേഷിനോ പിന്നെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനോ ആന്റണി രാജുവിനോ ഒന്നും ബാധകമല്ലാത്ത നിയമം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLAക്ക് ബാധകമാകണമെന്ന് പറഞ്ഞാൽ ഇതെവിടുത്തെ നിയമം? അപ്പോൾ പറയും വിൻസെൻ്റ് പിന്നെ ആരോപണ വിധേയനായിട്ടില്ലേ, ജോസ് തെറ്റയിലുമുണ്ട് ആരോപണ വിധേയനായിട്ടില്ലേ, ഇനി എത്രയോ പേര്, അല്ലെങ്കിൽ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി വിവാദത്തിൽ ആയിട്ടില്ലേ, എത്രയോ കോൺഗ്രസ് നേതാക്കൾ, എന്തിന് ഈ പിന്നെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പം വിവാദത്തിലായതുകൊണ്ട് മാത്രം, ആരോപണ വിധേയനായതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതാനാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നാം ഇപ്പോൾ സംസാരിക്കുന്ന നിമിഷവും അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമാണ്, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം അമ്പേൽക്കാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഭാഗ്യത്തിന് ചില ഗുരുക്കളിൽ അമ്പേറ്റിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അനേകർ ഈ വഴിയിൽ അനേകരുണ്ട്, ക്യൂവിലാണ് പലരും. പക്ഷേ ഇത് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഭാഗ്യക്കേട് കൊണ്ടോ സംഭവിക്കാം. അതൊക്കെ കേരള ജനത ഒരു ചെവി കൊണ്ട് കേൾക്കും, മറ്റേ ചെവിയിലൂടെ അത് കളയും. ആ കൗതുക വാല്യൂവിന് ഉപരിയായ, മാധ്യമങ്ങൾക്ക് റീച്ച് കൂട്ടാനുള്ള കൗതുക വാല്യൂ എന്നതിന് ഉപരിയായ കേരള സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പൈസ ഈ വിഷയത്തിൽ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. മുകേഷ് കാരണമോ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണമോ ഗണേഷ് കുമാർ കാരണമോ ഒരു പൈസ നഷ്ടപ്പെട്ടില്ല. പക്ഷേ ശബരിമല കൊള്ള അങ്ങനെയല്ല. അപ്പോൾ ഇത് ഗുണപരമായി, എന്നാൽ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ശ്രമം ബോധപൂർവമായി ആന്റണി രാജു നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് വക്കീൽ കൂടിയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ധാർമ്മികമായ വിഷയം, നിയമപരമായ ക്രൈം മാത്രമല്ല ധാർമ്മികതയ്ക്ക് നിരക്കാത്തൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഈ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് കാണുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇതൊക്കെ വിവേചനപരമായി കാണാൻ, യുക്തിസഹമായി കാണാൻ കേരള ജനതയ്ക്ക് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പുനർജനി കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തി വിജിലൻസ് തന്നെ കഴമ്പില്ല എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ഡി സതീശൻ പൂർണ്ണമായും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് കരുതാൻ കഴിയുമോ? അതല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിനപ്പുറത്ത് ഒരു CBI അന്വേഷണമൊക്കെ തന്നെയും ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുമോ? ഇതൊരു ആകാംക്ഷയുടെ മുൾമുനയിൽ കുറച്ച് കാലത്തേക്കെങ്കിലും വി ഡി സതീശനെയും UDF-നെയും നിർത്താം എന്ന ഒരു പ്രതീക്ഷയാണ് LDF-ന് ഉണ്ടായിരുന്നത്. പക്ഷേ സതീശൻ അവിടെ ഒരു മാസ് ഡയലോഗൂടെ പേടിച്ചു പോയി എന്നങ്ങ് പറഞ്ഞേര് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ട പ്രഭാവമൊന്നും അവിടെ ചെലുത്തിയില്ല. വിജിലൻസ് തന്നെ തെളിവില്ല എന്ന് കണ്ട് എഴുതി തള്ളിയ കേസ് തിരഞ്ഞെടുപ്പ് തൊട്ട് മുൻപ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതിൻ്റെ രാഷ്ട്രീയം അത് ഒരു രീതിയിൽ UDF-ന് ഗുണകരം കൂടിയാണ്. കാരണം പുനർജനി എന്നത് വി ഡി സതീശന് പണമുണ്ടാക്കാനുള്ളൊരു സംവിധാനം മാത്രമല്ല, തൻ്റെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ വിദേശത്ത് പോയി ഒരു ഏജൻസിയിലൂടെ പണം സമാഹരിച്ച് സതീഷിൻ്റെതല്ലാത്ത ഒരു കോമൺ അക്കൗണ്ടിലേക്ക് അത് മാറ്റി ഒരു നോഡൽ ഏജൻസിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് പിരിക്കുന്ന മിടുക്കനായ MLA എന്ന ഒരു ഖ്യാതി കൂടി സതീശന് വേണമെങ്കിൽ അവകാശപ്പെടാം. അതുകൊണ്ട് ഒന്നും ചെയ്യാത്ത, യാതൊരു മണവും ഗുണവുമില്ലാത്ത MLA അല്ല താൻ. തൻ്റെ നിയോജക മണ്ഡലത്തിൽ പ്രളയകാലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി താൻ ഇത് അക്ഷീണം പ്രവർത്തിച്ചു. അതിനുവേണ്ടി താൻ ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ പോയി, ബ്രിട്ടനിൽ വരെ പോയി താൻ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ട് വരുമ്പോൾ ഇതാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ്റെ ഭൂരിപക്ഷം പറവൂർ കൂടാൻ തന്നെയാണ് സാധ്യത. പുനർജനി കൊണ്ട് അവിടെ ദോഷം വരില്ല. പിന്നെ ഒരു സംശയത്തിൻ്റെ പുകമറ പ്രതിപക്ഷ നേതാവിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ദുർബലമാകുമെന്നതായിരുന്നു ചിന്ത. പക്ഷേ കാര്യമായ ട്രാക്ഷൻ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് അത് ലഭിച്ചതായി കാണുന്നില്ല. മിഷൻ 2026 ആര് വീഴും ആര് വാഴുമെന്നറിയാൻ അവസാന നിമിഷം വരെയും കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതിനി കുറച്ച് മാസങ്ങൾ കൂടിയുണ്ട്. നമ്മളോടൊപ്പം രാഷ്ട്രീയ വിശകലനവുമായി ചേർന്നത് ശ്രീ മോഹൻ വർഗീസാണ്. അങ്ങേക്ക് എല്ലാവിധ നന്ദിയും ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.